Module 4, Deflection of Beams. സോ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, മെക്കോളേസ് മെത്തേഡ്, മൊമെൻ്റ് ഏരിയ മെത്തേഡ്, കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കോളേസ് മെത്തേഡാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കും. അത് കഴിഞ്ഞിട്ട് ഈ മെക്കോളേസ് മെത്തേഡ്, ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അതേപോലെ ഫോളോ ചെയ്താൽ നമുക്ക് ഡിഫ്ലക്ഷനും സ്ലോപ്പും, ബീമിൻ്റെ ഡിഫ്ലക്ഷനും സ്ലോപ്പും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കറിയാം, സപ്പോസ് ഒരു ബീമുണ്ട്, ഇങ്ങനെ ഒരു ബീമുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡിഫറെൻറ്റ് ലോഡിങ്, പല ടൈപ്പ്, ഏത് ടൈപ്പ് വേണം, യൂണിഫോംലി വാരിയിങ്ങോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡോ പോയിന്റ് ലോഡോ, അങ്ങനെ ഏതെങ്കിലും ടൈപ്പ് ലോഡ് ആക്ട് ചെയ്യുന്നത് വിചാരിച്ചു. ഓക്കെ, ദെൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ, സപ്പോസ് ദ ബീം ഈ സിംപ്ലി സപ്പോർട്ടഡ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമും ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ ഹൊറിസോണ്ടൽ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് നോക്കുകയാണെങ്കിൽ, ആ ആക്സിസിൻ്റെ നമുക്ക് ബെൻഡിങ്ങിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ആക്സിസ് വെച്ചിട്ട് ഈ ബീം ബെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇങ്ങനെയായിരിക്കും. സോ ദ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ബീമിൻ്റെ ബെൻഡിങ് ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഈ ഇനീഷ്യൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് ഈ ഇവിടേക്ക് എത്രയാണോ ഡീവിയേറ്റ് ചെയ്തത്, ഇതിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ സാധാരണ y എന്നുള്ള ടേം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ വൈൻ്റെ വാല്യൂ, y എവിടെയാണ് മാക്സിമം ആവുക, അല്ലെങ്കിൽ y അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, y ആഫ്റ്റർ ദ ഫസ്റ്റ് ലോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റ്സിൽ വൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് മെക്കോളേസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു ബീമിന് ഇനീഷ്യലി സ്ട്രെയിറ്റ് ബീം ആയിരുന്നു. ബീമിന് ഈ ഡ്യൂ ടു ദ ലോഡിങ് ബീമിന് ഇങ്ങനെ ഒരു ബെൻഡിങ് ഉണ്ടായി. സോ നമുക്ക് ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം M/I ഈസ് ഈക്വൽ ടു E/R. ഓക്കെ, ഇതാണ് ഫ്രം അവർ ഫ്ലക്സ്വറൽ ഫോർമുല. സോ ഇതിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, 1/R ഈസ് ഈക്വൽ ടു M/EI എന്ന് എഴുതാൻ പറ്റും. 1/R ഈസ് ഈക്വൽ ടു M/EI, വേർ R ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ബീം ഇങ്ങനെയാണ് ബെൻഡിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എവേ ആയിരിക്കും. ഇതിന് അപ്രോക്സിമേറ്റ്ലി ഒരു സർക്കുലർ, ഒരു ആർക്ക്, സർക്കിളിൻ്റെ ആർക്ക് മാതിരി റെപ്രസെൻറ്റ് ചെയ്താൽ ഇതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R. സോ 1/R ഈസ് ഈക്വൽ ടു M/EI ആണ് നമുക്കറിയാം. Now from calculus we know that the reciprocal of the equation for reciprocal of radius of curvature, ഇത് നമ്മൾ കാൽക്കുലസിൽ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദ ഇക്വേഷൻ ഫോർ this radius of curvature is 1/R is equal to d square y by dx square divided by 1 plus dy by dx whole square whole raised to 3/2. ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ. വേർ y മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫ്ലക്ഷൻ, ഡീവിയേഷൻ ഫ്രം ദ ഒറിസോണ്ടൽ ലൈൻ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് എന്നുള്ള ഡീവിയേഷൻ ആണ്. x മീൻസ് ഇവിടുന്ന് ഈ ബീമിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് x റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ 1/R is equal to d square y by dx square divided by 1 plus dy by dx whole square, then dy by dx whole square all raised to 3/2. ഓക്കെ, ഇനി നമ്മളെ കേസിൽ ബീമിൻ്റെ ബെൻഡിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ബീമിൻ്റെ ബെൻഡിങ് വളരെ മൈന്യൂട്ട്, നമ്മൾ ആക്ച്വലി വി ആർ അസ്യൂമിങ് ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് അപ് ടു ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ വാലിഡ് ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ എന്നുള്ള വാല്യൂ, ഈ യങ്സ് മോഡുലസ് ഒക്കെ ഹൂക്സ് ലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആക്കിയിട്ടൊക്കെ എടുത്തത്. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ വാലിഡ് ആവുന്നുള്ളൂ. സോ ഈ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ, ഈ y എന്നുള്ള ടേം ഒക്കെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ചെറിയ ഡീഫോർമേഷനെ അല്ലെങ്കിൽ ചെറിയ ഡിഫ്ലക്ഷനെ ബീമിന് ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഹയർ ഓർഡർ ടേംസ് dy by dx ഹോൾ സ്ക്വയർ, ദെൻ അത് ഹോൾ റേസ് ടു 3/2, ഇങ്ങനത്തെ ടേം ഒക്കെ വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0 ആക്കി എടുക്കാം. ഈ dy by dx ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിനെ 0 ആക്കി എടുക്കാം. ഓക്കെ,
സോ ഈ ടേം സീറോ ആയിപ്പോയാൽ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ടേം സീറോ ആയിപ്പോയാൽ ബിക്കോസ് ഡിഫ്ലക്ഷൻ വൈ എന്നുള്ളത് തന്നെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ വരുമ്പം അത് വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്രോക്സിമേറ്റ്ലി നമുക്ക് സീറോ ആക്കി എടുക്കാം. സോ ഇത് എന്ത് വരും? ദ ഇക്വേഷൻ വിൽ ബി 1 ബൈ ആർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0 ഹോൾ റേസ് ടു 3/2. അല്ലെങ്കിൽ 1 ബൈ ആർ ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി നമ്മളെ കേസിൽ നമുക്ക് എന്തെടുക്കാം? 1 ബൈ ആർ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എടുക്കാം. സോ ആ ഇക്വേഷൻ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ബൈ ഇ ഐ. അല്ലെങ്കിൽ ദ മൊമെന്റ് ബെൻഡിങ് മൊമെന്റ് എം ഈസ് ഈക്വൽ ടു, ഈ മൊമെന്റിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ ഡിസ്റ്റൻസ്, ഈ എക്സ് മാറുന്നതിനനുസരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുപിടിക്കാം. എക്സിന് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഏത് പോയിന്റിലെ മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വരും. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. വേർ ഡിഫ്ലക്ഷൻ മീൻസ് ഈ വൈ ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ. സോ ഇതൊന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് വൈ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എം ഡി എക്സ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എം ബൈ ഇ ഐ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ബൈ ഇ ഐ എന്ന് കിട്ടും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ബൈ ഇ ഐ എന്നുള്ള ടേം ഇക്വേഷൻ കിട്ടും. സോ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരുമ്പോൾ ഇതിന്ന് നമുക്ക് വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരും. അതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിഫ്ലക്ഷൻ എക്സ്പ്രഷൻ കിട്ടും. സോ നിങ്ങൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ് ഇത്. ഇതിനെ ഇങ്ങനെ 2 പ്രാവശ്യം ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, നോർമൽ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കിട്ടും. ദെൻ ഈ ഡി വൈ ബൈ ഡി എക്സ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡീവിയേഷൻ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പരാബോളിക് കർവോ എന്തിൻ്റെയെങ്കിലും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് സ്ലോപ്പ്. ഇത് ഡി വൈവും ഇത് ഡി എക്സും ആണ്. സോ ഈ ഫസ്റ്റ് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഇതാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട്, ഈ കിട്ടുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പിനെ സാധാരണ തീറ്റ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. സോ സ്ലോപ്പ് ഇക്വേഷനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സാധാരണ ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻസും വരും. C1 C2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻസ് ഉണ്ടാവും. ആ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഓരോ പ്രോബ്ലത്തിലും ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടാവും. ആ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനത് പ്രോബ്ലം ചെയ്യുമ്പം ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെ ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആദ്യം ഒരു മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നമുക്കറിയാം. നമുക്ക് ഓൾറെഡി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള പ്രൊസീജിയർ അറിയാം. അത് വെച്ചിട്ട് നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇങ്ങനെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച മൊമെൻറ്റ് ഡിവൈഡ് ബൈ ഇ ഐ ആണ്. അതിനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വൈ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയും. ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ, ഇപ്പോൾ മെക്കോളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പ്രൊസീജിയറാണ്. ഇതുപോലെ ആ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്താൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡിനെയാണ് എങ്ങനെ ആ പെർട്ടിക്കുലർ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് മെക്കോളേസ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്, നിങ്ങളുടെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞുള്ളത് മെക്കോളേസ് മെത്തേഡാണ്. സോ നമുക്ക് മെക്കോളേസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആ പ്രൊസീജിയറും ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പം തന്നെ കൂടെ പറഞ്ഞിട്ട് പോകാം. സോ
ഇതാണ് question. A simply supported beam is given. It is loaded. 2 point loads are acting at point C and D, and the load 48 kilonewton is at a distance of 1 meter from left end, and 40 kilonewton is also at a distance of 3 meter from left end. Total span of the beam is 6 meter. Then you have to find out the deflection under each load. ഈ beam suppose ഇങ്ങനെ ഒരു bend ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഇതിൻ്റെ ഇലാസ്റ്റിക് കർവ് ബെൻഡിങ് ഷേപ്പ് വരച്ചു നോക്കുകയാണെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനെയായിരിക്കും ബെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ ഈ വാല്യൂ കണ്ടുപിടിക്കണം, വൈ സി കണ്ടുപിടിക്കണം, ദെൻ വൈ ഡിയും കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ്. ദെൻ ഇതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ലോഡിംഗ് കേസിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ യൂഷ്വലി സിൻ്റെയും ഡിൻ്റെയും ഇടയിലായിരിക്കും. സോ ഈ വൈ മാക്സ്, ഈ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അത് എത്ര ഡിസ്റ്റൻസ് ആണ് ഈ വൈ മാക്സിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് നിന്ന് ഫിക്സഡ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് എക്സിൻ്റെ വാല്യൂം കണ്ടുപിടിക്കണം. ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Then it is given that E is equal to 2 into 10 raised to 5 Newton per mm square and I is equal to 85 into 10 raised to 6 mm raised to 4. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഈ സാധനങ്ങൾ ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡും മാക്സിമം ഡിഫ്ലക്ഷനും ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഏത് മെത്തേഡോ ആയാലും, ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ആയാലും മെക്കോളൈസ് മെത്തേഡ് ആയാലും എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അതായത് ആർ എ ആർ ബി കണ്ടുപിടിക്കാൻ നമ്മൾ പണ്ട് ചെയ്ത മാതിരി ടോട്ടൽ ഇക്വിലിബ്രിയം എടുക്കുക. ആർ എ പ്ലസ് ആർ ബി ടോട്ടൽ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 48 plus 40 എന്ന് വരും. ദെൻ ടേക്ക് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി കൺവീനിയൻറ്റ് പോയിന്റ് എയോ പോയിന്റ് ബിയോ വെച്ചിട്ട് മൊമെൻറ്റ് എടുക്കുക. സോ ആർ ബി ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 3 മൈനസ് 48 ഇൻറ്റു 1 എന്ന് വരും. സോ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ബിൻ്റെ വാല്യൂ കിട്ടും. ദെൻ ആർ എ പ്ലസ് ആർ ബി എന്നുള്ള ഇക്വേഷനിൽ ആർ എൻ്റെ വാല്യൂം കിട്ടും. സോ നിങ്ങൾക്ക് അറിയുന്നതാണ് സപ്പോർട്ട് റിയാക്ഷൻ കാൽക്കുലേഷൻ. ഞാനിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചിട്ട് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആർ എ എസ് 60 കിലോ ന്യൂട്ടൺ ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു 28 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ആർ ബിയും കണ്ടുപിടിക്കുക. അപ്പോൾ ഏത് പ്രോബ്ലം ആയാലും നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ്. സോ ആർ എ ഈസ് ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ ആൻഡ് ആർ ബി ഈസ് ഈക്വൽ ടു 28 കിലോ ന്യൂട്ടൺ. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മെക്കോളൈസ് മെത്തേഡിലേക്ക് പോവാം. സോ മെക്കോളൈസ് മെത്തേഡിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ബൈ ഇ ഐ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ വൈയും സ്ലോപ്പും ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാം? ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻറ്റ് എം എന്ന് കിട്ടും. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിക് ഇക്വേഷൻ. ഈ എം മീൻസ് ഇറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സെക്ഷൻ വി ആർ കൺസിഡേർഡ്. നമ്മൾ ഏത് പോയിന്റിലാണോ സെക്ഷൻ എടുക്കുന്നത് അവിടുത്തെ വാല്യൂ ആണ് ഈ എമ്മിൻ്റെ വാല്യൂ. സോ നിങ്ങൾ മെക്കോളൈസ് മെത്തേഡിൽ സെക്ഷൻ എടുക്കുമ്പം എപ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് ഏറ്റവും എൻഡ് പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഈ ബീമിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ വേണം എപ്പോഴും ഡിസ്റ്റൻസ് എടുക്കാൻ മെക്കോളൈസ് മെത്തേഡിൽ. സോ ഞാൻ ഈ കട്ട് സെക്ഷൻ എക്സ് എന്നുള്ള കട്ട് സെക്ഷൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഡി ബി ആണ് ഇതിലെ ലാസ്റ്റ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾ സാധാരണ കഴിഞ്ഞ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പം ഓരോ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കട്ട് സെക്ഷൻ എടുത്തിട്ട് ഗ്രാജുവലി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ബട്ട് ഇൻ മെക്കോളൈസ് മെത്തേഡിൽ ഏറ്റവും അവസാനത്തെ പോർഷനിൽ വേണം എപ്പോഴായാലും സെക്ഷൻ എടുക്കാൻ. ഓക്കെ, ഓൾസോ അസ്യൂം ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ്. ഈ സെക്ഷനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ഒരു എക്സ് ആക്കിയും എടുത്തു. ഇങ്ങനെ വേണം ഏത് പ്രോബ്ലം ആയാലും. ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. മെക്കോളൈസ് മെത്തേഡിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ സെക്ഷൻ അറ്റ് ദ ലാസ്റ്റ് പോർഷൻ. ആ ബീമിൻ്റെ ഏറ്റവും അവസാനത്തെ പോർഷനിൽ വേണം സെക്ഷൻ എടുക്കാൻ. ക്ലിയർ? സോ നമ്മൾ സെക്ഷൻ എടുത്തു. ദ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദിസ് ലെഫ്റ്റ് എൻഡ്. എപ്പോഴും ലെഫ്റ്റ് എൻഡ് നിന്ന് വേണം ലാസ്റ്റ് പോർഷനിൽ എടുത്തിട്ട് ലെഫ്റ്റ് എൻഡ് നിന്ന് വേണം ഡിസ്റ്റൻസ് എടുക്കാൻ. എം എക്സ് കിട്ടി. ഇനി നമുക്ക് എം എക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം എം എക്സ് മീൻസ് ഇ ഐ ഇൻറ്റു നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്ഷൻ. എം എക്സ് എന്ന് വേണേൽ പേര് കൊടുക്കാം. സോ ഈ എം എക്സ് മീൻസ് ഇനി എന്ത് വരും? നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ ഈ ഫിഗർ വെച്ചിട്ട്
mx is equal to RA into x. RA is 60 ആണ്, 60 into x വരും. അത് ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. സൈൻ കൺവെൻഷനൊക്കെ പഴയ പോലെ തന്നെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ സാഗിങ് മൂവ്മെൻ്റ് ആണ്, സ്മൈലി മൂവ്മെൻ്റ് ആണ്. സ്മൈലി ബെൻഡിങ് ആയതുകൊണ്ട് പോസിറ്റീവ് വരും. സോ 60x എന്ന് വരും. ദെൻ 48 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്, അതൊന്നൊരു 1 മീറ്റർ എവേ ആണ് 48 ഉള്ളത്. സോ ഈ ഡിസ്റ്റൻസ് സെക്ഷനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് വരും? 48 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വരും. ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 1 ആണ്. സോ നെക്സ്റ്റ് മൊമെൻറ്റ് 48നെ കൊണ്ടുണ്ടാക്കുന്ന മൊമെൻറ്റ് 48 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് ഹോഗിങ് ആണ്, താഴത്തേക്കാണ്, ഇങ്ങനെ ഡൗൺവേർഡ് ബെൻഡിങ് ആണ് വരുന്നത്. താഴത്തേക്കുള്ള ബെൻഡിങ് ആയതുകൊണ്ട് ഇത് മൈനസ് സൈൻ വരണം. ഇനി നിങ്ങൾ അടുത്ത ഫോഴ്സ് എടുക്കുക. അടുത്ത ഫോഴ്സ് 40 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. 40 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഈ ഡിസ്റ്റൻസ് 3 ആയതുകൊണ്ട് റിമൈനിങ് ഡിസ്റ്റൻസ് എക്സ് മൈനസ് 3 എന്ന് വരും. സോ 40 ഇൻറ്റു എക്സ് മൈനസ് 3 അഗെയിൻ സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആണ്. നമ്മൾ സൈൻ കൺവെൻഷൻ പ്രകാരം ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ യൂസ് ചെയ്ത സൈൻ കൺവെൻഷൻ പ്രകാരം ഇത് നെഗറ്റീവ് ആണ്. സോ ഇങ്ങനെ വരും നമ്മളെ ഫസ്റ്റ് ബേസ് ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. ഓക്കെ. ഇനി മെക്കോളേഴ്സ് മെത്തേഡിൽ നിങ്ങളിങ്ങനെ ഓരോ സെക്ഷനെയും, സെക്ഷൻ എ സി, ഇപ്പോൾ ഈ ഫസ്റ്റ് 60x മീൻസ് എ സി എന്നുള്ള പോർഷനിലാണ്, അല്ലെങ്കിൽ സിയിലുള്ളതാണ്. അങ്ങനെ ഓരോ സെക്ഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ടിംഗ് ലൈൻ കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് നന്നായിരിക്കും, മിസ്റ്റേക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതാണ് ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ. ഓർമ്മിക്കുക, എപ്പോഴും സെക്ഷൻ ലാസ്റ്റ് സെക്ഷനിൽ എടുക്കുക, എം എക്സിൻ്റെ ഇക്വേഷൻ എടുക്കുക, എം എക്സിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു EI ഇൻറ്റു d²y/dx². ഇനി സിമ്പിളാണ്, ഇതിനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? EI ഇൻറ്റു dy/dx എന്ന് വരും. EI ഇൻറ്റു dy/dx. നൗ ഇൻ്റഗ്രേറ്റ് ദിസ് ടേം, ഈ 60xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 60xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 60 ഇൻറ്റു x²/2 പ്ലസ് ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് വരും. അതിനെ ഞാൻ C1 എന്ന് വിളിച്ചു. C1 ഈസ് ദ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ. ദെൻ പാർട്ടിംഗ് ലൈൻ, ഒരു സെപ്പറേഷൻ ലൈൻ വരയ്ക്കാം. മൈനസ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 48 ഇൻറ്റു ഇങ്ങനെ എക്സ് മൈനസ് 1 എന്നുള്ള ടേമൊക്കെ വരികയാണെങ്കിലും നിങ്ങൾ ഇതിനെ ഒരു സിംഗിൾ യൂണിറ്റ്, ഒരു എക്സ് പോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇതൊരു എക്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വരും? x² എന്നുള്ള ഇവിടുത്തെ മാതിരി x²/2 വരുമായിരുന്നു. അതേപോലെ എക്സ് മൈനസ് 1നെ മെക്കോളേഴ്സ് മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x−1² എന്ന് എഴുതാം. നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ അങ്ങനെ സെപ്പറേറ്റ് എക്സും -1 അങ്ങനെ സെപ്പറേറ്റ് ടേം വരെ ഒന്നും ചെയ്യേണ്ട. x−1 എന്നുള്ളത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് x−1² എന്ന് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. മെക്കോളേഴ്സ് മെത്തേഡ് ചെയ്യുമ്പം ഇൻ്റഗ്രേഷൻ ശ്രദ്ധിക്കുക, ഒരു പ്രത്യേക രീതിയിലാണ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. ഇതിൽ ഒരു സിംഗിൾ ടേം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്, ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ എന്തൊക്കെ വരികയാണെങ്കിലും അതിനെ മൊത്തം ഒരു സിംഗിൾ ടേം ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ദ ഹോൾ x−1² പ്ലസ് ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് വരും. ബട്ട് മെക്കോളേഴ്സ് മെത്തേഡിൽ ഈ ഓരോ ടേമിലും വരുന്ന ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിനെ സെപ്പറേറ്റ് എഴുതാതെ കോമൺ ആയിട്ട് ഇവിടെ മാത്രമേ എഴുതുള്ളൂ. ഓക്കെ. C1 എന്നുള്ള ഒരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് ഈ ഓരോ സെക്ഷനിലും വരുന്ന ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റിനെ സെപ്പറേറ്റ് എഴുതുന്നതിന് പകരം ഇതൊരു കോമൺ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ഓരോന്നിലും ഇനി നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നില്ല. സോ 48 ഇൻറ്റു x−1² പാർട്ടിംഗ് ലൈൻ. ഇതിനെ അതേമാതിരി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 40 ഇൻറ്റു x−3² എന്ന് വരും. പ്ലസ് C1 ഈസ് ദ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം, കട്ട് ചെയ്യാനുള്ള ടേംസ് ഒക്കെ കട്ട് ചെയ്യാം. സോ 60/2 വരും. സോ 30x² പ്ലസ് C1 ഇത് വരുമ്പോൾ -24 x−1² then -20 x−3². This is EI into dy/dx. ഇതിനെയാണ് dy/dx വരുന്നതുകൊണ്ട് ഇതിനെയാണ് സ്ലോപ്പ് ഇക്വേഷൻ എന്ന് വിളിക്കുക. നമ്മളിതിനെ ഇക്വേഷൻ 2 എന്ന് പേര് വിളിച്ചു. ഓക്കെ. സോ മെക്കോളേഴ്സ് മെത്തേഡ് വെച്ചിട്ട്
സെക്കൻഡ് ഇക്വേഷൻ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. നൗ ഞാൻ ഇതിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മളെ ഇക്വേഷൻ 2. ഞാൻ അതിനെ ഒന്നും കൂടി മാറ്റി സൈഡിലേക്ക് എഴുതിയെന്നേ ഉള്ളൂ. ദിസ് ഈസ് അവർ ഇക്വേഷൻ 2. ഇതിനെ ഞാൻ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. മക്കോളേസ് മെത്തേഡ് വെച്ചിട്ട് സ്പെഷ്യൽ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? EI ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 30x³ 3 പ്ലസ് C1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം C1x പ്ലസ് പുതിയ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് C2. എല്ലാത്തിനും കൂടി ഒരു ഒറ്റ കോൺസ്റ്റൻ്റ് എഴുതുന്നുള്ളൂ, അത് ഫസ്റ്റ് സെക്ഷനിൽ എഴുതാം. സോ C2 എഴുതി. ദെൻ സെക്കൻഡ് ടേമിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 24 ഇൻറ്റു ഇതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് x² എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഇതിനെ x-1 എക്സ്പാൻഡ് ചെയ്തിട്ട് x-1² എക്സ്പാൻഡ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യണ്ട. ഇതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. x-1 എന്നുള്ളത് ഒരു x പോലെ തന്നെ, ഇത് ഒരു x പോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. x ആണെങ്കിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എങ്ങനെ ചെയ്യും? x³ 3 എഴുതും. അതേപോലെ തന്നെ x-1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x-1³ 3 എന്ന് എഴുതാം. അങ്ങനെ വേണം മക്കോളേസ് മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. -20 ഇൻറ്റു x-3³ ഡിവൈഡഡ് ബൈ 3. ഇവിടെ അതുപോലെ തന്നെ ഇതിനെ ഒരു സിംഗിൾ x പോലെ ട്രീറ്റ് ചെയ്യുക. എക്സിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യോ അതുപോലെ തന്നെ x-3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ സ്ക്വയർ ഒന്നും നോക്കണ്ട. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3. അതേപോലെ തന്നെ മക്കോളേസ് മെത്തേഡ് ചെയ്യുമ്പോൾ x-3² ചെയ്യുമ്പോൾ x-3³ 3 എന്ന് വരും. സോ ഇതാണ് നമ്മളെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് കിട്ടണമെങ്കിൽ ഈ കോൺസ്റ്റൻസ്, ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് അറിയണം. സോ ഈ ഇൻ്റഗ്രേറ്റിംഗ് വാല്യൂസ്, ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കും. ഓക്കെ, ബീമിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കും. സോ എന്തൊക്കെയാണ് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻ വരിക? അപ്പോൾ അത് ബൗണ്ടറി കണ്ടീഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിവൺ പ്രോബ്ലം എടുക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെയും സപ്പോർട്ട് ഉണ്ട്. സോ ഈ രണ്ട് പോയിന്റിലും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ y ഡിസ്റ്റൻസ്, ഈ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. ബാക്കി ഇവിടെ നിന്ന് ഡിഫ്ലക്ഷൻ 0 ആയി ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ചെയ്യുക. ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ദെൻ ഒരു മാക്സിമത്തിലെത്തും. എഗെയിൻ പോയിന്റ് ഡിയിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, റെഡ്യൂസ് ചെയ്ത് പോയിന്റ് ബിയിൽ 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് എയിലും ബിയിലും ആയതുകൊണ്ട് അറ്റ് എൻഡ് എ ഡിഫ്ലക്ഷൻ y ഈസ് ഈക്വൽ ടു 0. അറ്റ് എൻഡ് ബി ഓൾസോ ഡിഫ്ലക്ഷൻ y ഈസ് ഈക്വൽ ടു 0 ചെയ്ത് രണ്ട് സപ്പോർട്ട് വരുന്ന പോയിന്റിലും ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇക്വേഷൻ ഇവിടുത്തെ എക്സിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അറ്റ് x ഈസ് ഈക്വൽ ടു 0 the deflection will be 0, or at x is equal to total distance 6 meter, that point also deflection 0 ആയിരിക്കും. x 0 ആവുമ്പോഴും x 6 ആവുമ്പോഴും ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ബൗണ്ടറി കണ്ടീഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ ബൗണ്ടറി കണ്ടീഷൻ 2 എന്നും റെപ്രസെൻ്റ് ചെയ്തു. സോ ബൗണ്ടറി കണ്ടീഷൻ 1 അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാൻ ഇക്വേഷൻ 3യിൽ. നമ്മൾ ഇത് ഈ ഇക്വേഷൻ 3യിൽ ബൗണ്ടറി കണ്ടീഷൻ 1 അപ്ലൈ ചെയ്യുമ്പം ഫ്രം ഇക്വേഷൻ 3 നമുക്ക് y 0 ആണ്, എക്സും 0 ആണ്. സോ വൈക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 0 ഈസ് ഈക്വൽ ടു എക്സ് 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടേം 0 ആയിപ്പോൾ ദെൻ C1 ഇൻറ്റു 0 വരും പ്ലസ് C2 എന്ന് വരും. സോ ഈ പോയിന്റ്, ഈ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ഈ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ വരുന്ന പോയിന്റാണ്. സോ നിങ്ങൾക്ക് ഈ സെക്ഷനും പിന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും, 0 -1 എന്ന് വരും. ഇങ്ങനെ നെഗറ്റീവ് ടേമോ അല്ലെങ്കിൽ 0 ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷൻ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അതിൻ്റെ മുമ്പത്തെ സെക്ഷൻ വരെ എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ 0 ഫസ്റ്റ് എക്സിന് 0 കൊടുത്തു, 0 + C2 വരും. പിന്നെ ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഇത് -1 എന്നാണ് വരിക. -1 വരികയാണെങ്കിൽ അക്കോർഡിംഗ് ടു മക്കോളേസ് മെത്തേഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ടേം വരികയാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം, കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇവിടെയും 0 - 3 എന്ന് വരും. 0 - 3 നെഗറ്റീവാണ്. സോ ഈ ഒരു ടേമും നിങ്ങൾക്ക്
ഒഴിവാക്കാൻ പറ്റും. എവിടെ നെഗറ്റീവ് വരുന്നോ ആ ടേമൊക്കെ നമുക്ക് മക്കോളേഴ്സ് മെത്തേഡിൽ നിന്ന് ഒഴിവാക്കാം. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രം ബൗണ്ടറി കണ്ടീഷൻ 1 യു വിൽ ഗെറ്റ് C2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സിമിലർലി അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3യിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? അഗെയിൻ y 0 ആണ്, y 0 ആണ് അറ്റ് x ഈസ് ഈക്വൽ ടു 6. എക്സ് എന്നുള്ളിടത്ത് എക്സിനൊക്കെ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y എന്നുള്ള ടേമിന് 0 ആക്കുക. സോ y 0 ആകുമ്പം ഈ ടേം 0 ആയിപ്പോവും. 0 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 6. എക്സ് അല്ല, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മീൻസ് ഇറ്റ് ഈസ് 6 ആണ്. 30 ഇൻറ്റു 6 ക്യൂബ് ബൈ 3 പ്ലസ് C1 6 C1 എന്ന് വരും. C2 0 ആണ്, സോ പ്ലസ് 0. ഇവിടെ നോക്കുക, ഇത് എക്സ് 6 മീൻസ് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന പോയിന്റ് ആണ്, ഏറ്റവും എൻഡ് പോയിന്റ് ആണ് എക്സ് ഈസ് ഈക്വൽ ടു 6. സോ എല്ലാ ടേമും വരും, അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഒന്നും നെഗറ്റീവ് ആയിട്ട് പോവില്ല. സോ നെക്സ്റ്റ് നോക്കുക, മൈനസ് 24/3. സോ 8, ഇത് ക്യാൻസൽ ചെയ്തിട്ട് 8 എന്ന് എഴുതാം. 8 ഇൻറ്റു 6 മൈനസ് 1 നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്, 5 ക്യൂബ് എന്ന് വരും. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യണം. ദെൻ മൈനസ് 20/3 അഗെയിൻ 6 മൈനസ് 3 എന്നുള്ളത് പോസിറ്റീവ് ടേം തന്നെയാണ്. സോ അതും നമുക്ക് കാൽക്കുലേഷനിൽ യൂസ് ചെയ്യണം. സോ 6 മൈനസ് 3 ഓൾ ക്യൂബ് എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ഒരു C1 മാത്രമേ അൺനോൺ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് C1 ഈസ് ഈക്വൽ ടു, നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക, C1 ഈസ് ഈക്വൽ ടു മൈനസ് 980/60 എന്ന് വരും, 980/6 എന്ന് വരും, അല്ലെങ്കിൽ മൈനസ് 163.33 എന്ന് വരും. സോ ഇതാണ് C1ൻ്റെ വാല്യൂ. സോ C2 കിട്ടി, C2 0 ആണ്, C1ഉം നമുക്ക് ആൻസർ കിട്ടി. സോ രണ്ട് അൺനോൺ വാല്യൂസും കിട്ടി. ഈ അൺനോൺ വാല്യൂസ് ഈ ഇക്വേഷനിൽ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 163.33 എന്ന് കൊടുക്കാം, മൈനസ് 163.33 എന്ന് കൊടുക്കാം. ഇത് 0 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി അടുത്ത പേജിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. സോ EI ഇൻറ്റു y ഈസ് ഈക്വൽ ടു 10x ക്യൂബ് മൈനസ് 163.33 എക്സ് പ്ലസ് C2 0 ആണ് കൺസിഡർ ചെയ്യേണ്ട, മൈനസ് 8 ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ ക്യൂബ് മൈനസ് 20/3 ഇൻറ്റു എക്സ് മൈനസ് 3 ഹോൾ ക്യൂബ് എന്ന് വരും. ഇതാണ് നമ്മളെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. y വരുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനെ ഈ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ്. അതായത് ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് ലോഡ് മീൻസ് ഇത് പോയിന്റ് സിൻ്റെ അടിയിലുള്ള ഡിഫ്ലക്ഷനും പോയിന്റ് ഡിൻ്റെ അടിയിലുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. സോ ദ ഡിഫ്ലക്ഷൻ അണ്ടർ പോയിന്റ് സിൻ്റെ അടിയിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് എന്ത് കൊടുത്താൽ മതി? 1 എന്നുള്ള വാല്യൂ ഈ ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ കൊടുത്താൽ മതി. സോ ഈ ഇക്വേഷനിൽ എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് സിയിൽ ഡിഫ്ലക്ഷൻ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? EI ഇൻറ്റു YC, പോയിന്റ് സി ആയതുകൊണ്ട് ഞാൻ YC എന്ന് കൊടുത്തു. എക്സിന് 1 എന്ന് കൊടുക്കുക, 1 ക്യൂബ് മൈനസ് 163.33 ഇൻറ്റു 1 മൈനസ് 8 ഇൻറ്റു ബാക്കി ഈ 1 എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ മാത്രമേ വരുള്ളൂ. സോ ബാക്കിയുള്ള ടേം 1 മൈനസ് 1 0 ആയി, 1 മൈനസ് 1 എന്ന് വരും, മൈനസ് 20/3 ഇൻറ്റു 1 മൈനസ് 3 ഓൾ ക്യൂബ് എന്ന് വരും. ഇപ്പോൾ ഇത് നെഗറ്റീവ് ആണ് വരുന്നത്, ഇത് നിങ്ങൾക്ക് ഇനി കൺസിഡർ ചെയ്യേണ്ട അക്കോർഡിംഗ് ടു മക്കോളേഴ്സ് മെത്തേഡ്. ഇത് 0 ആണ്, സോ ഈ ടേമും നിങ്ങൾ ഇനി എടുക്കണ്ട. അപ്പം ഇത്രയും മാത്രമേ എടുത്താൽ മതി. ഓക്കെ, 0യോ നെഗറ്റീവ് ടേമോ ബ്രാക്കറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ അത് കൺസിഡർ ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ നോക്കുക, ഇത് ഏത് സെക്ഷനിലാണ്? ഇതാണ് സെക്ഷൻ 1. സോ എക്സിൻ്റെ വാല്യൂ സെക്ഷൻ 1ലാണെങ്കിൽ സെക്ഷൻ 1 മാത്രം കൺസിഡർ ചെയ്താൽ മതി, സെക്ഷൻ 2ഉം 3ഉം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഈ രണ്ട് ടേമും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ആണ്. I അതുപോലെ വാല്യൂ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാക്സ് നിങ്ങൾക്ക് ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് YCൻ്റെ വാല്യൂ മൈനസ് 9.019 mm എന്ന് വരും.
ഇത് കിട്ടാൻ കാരണം ഈ മൈനസ് സൈൻ വരാൻ കാരണം ഡിഫ്ലക്ഷൻ താഴത്തേക്കാണ്. നമ്മളെ ബീമിൽ നിന്ന് താഴത്തേക്കാണ് ഡിഫ്ലക്ഷൻ നമ്മൾ മെഷർ ചെയ്തത്. ഇങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. സോ പോയിന്റ് സിയിലെ ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി പോയിന്റ് ഡിയിലെ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സെയിം ഇക്വേഷനിൽ ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൊടുക്കുക. ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? പോയിന്റ് ഡി മീൻസ് ഇതാണ് പോയിന്റ് ഡി. എക്സ് ഈസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കണം. സോ നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 3 എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ ഐ ഇൻറ്റു വൈ ഡി ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ക്യൂബ് മൈനസ് 163.33 ഇൻറ്റു 3 ഫസ്റ്റ് സെക്ഷൻ മൈനസ് ഇത് നോക്കുക, ഇത് 3 മൈനസ് 1 ആണ്. 3 മൈനസ് 1 പോസിറ്റീവ് ആണ്. സോ 8 ഇൻറ്റു അത് കൺസിഡർ ചെയ്യണം 3 മൈനസ് 1 ഹോൾ ക്യൂബ്. ദെൻ ഇവിടെ നോക്കുമ്പോൾ 3 മൈനസ് 3 ഇത് രണ്ടും 0 ആയിപ്പോവും. 3 മൈനസ് 3 0 ആയതുകൊണ്ട് ആ ടേം കൺസിഡർ ചെയ്യേണ്ട, ഇത്രയും കൺസിഡർ ചെയ്താൽ മതി. ദെൻ നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് ഇ ആൻഡ് ഐ. ദെൻ സിംപ്ലിഫൈ ദിസ്, യു വിൽ ഗെറ്റ് ദ ഡിഫ്ലക്ഷൻ അണ്ടർ പോയിന്റ് ഡി ആസ്, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് 16.7 mm എന്ന് വരും. സോ ഡിഫ്ലക്ഷൻ അണ്ടർ പോയിന്റ് ഡിയും കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡിഫ്ലക്ഷൻ അണ്ടർ ഈച്ച് പോയിന്റ്. നമുക്ക് എവിടെയാണോ ഡിഫ്ലക്ഷൻ കാണേണ്ടത് ആ ഡിസ്റ്റൻസ് എക്സിന് ആ വാല്യൂ കൊടുക്കുക. ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോയിന്റിൻ്റെ അടിയിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. ഇനി നിങ്ങളോട് നെക്സ്റ്റ് കാണാൻ പറഞ്ഞത് തേർഡ് ക്വസ്റ്റ്യൻ മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഡിഫ്ലക്ഷൻ. ഇപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ റഫായിട്ടൊരു ഇലാസ്റ്റിക് കർവ് വരച്ചിരുന്നു. ദ മാക്സിമം ഡിഫ്ലക്ഷൻ മീൻസ് ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദ പോയിന്റ് സി ആൻഡ് ഡി. ഈ സി ആൻഡ് ഡിൻ്റെ ഇടയിലാണ് അപ്രോക്സിമേറ്റ്ലി മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. സോ നിങ്ങൾക്ക് അതുവരെയുള്ള കട്ട് സെക്ഷൻ വെച്ചിട്ട് ചെയ്താൽ മതി, നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ നമുക്ക് ഒരു കാര്യം കൂടി നമുക്ക് മാത്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ്, ഇപ്പോൾ ഇതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ എങ്കിൽ ഇത് പോയിന്റ് സിയും ഇത് പോയിന്റ് ഡിയും ആണ് ബീമിൻ്റെ എങ്കിൽ ബീം ഇങ്ങനെ ഉണ്ട്. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ് നിങ്ങൾ ഇതിൻ്റെ സ്ലോപ്പ് വരയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്ലോപ്പ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ സ്ലോപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? സ്ലോപ്പ് വിൽ ബി ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷനിൽ, അതായത് സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ എല്ലാം സ്ലോപ്പ് ഉണ്ടാവും, ഇങ്ങനെ ഇൻക്ലൈൻ ലൈൻ ആയിരിക്കും. ബട്ട് ഈ വൈ മാക്സ് എവിടെയാണോ വരുന്നത്, മാക്സിമം എവിടെയാണോ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടെ ഡിഫ്ലക്ഷൻ ഡി വൈ ബൈ ഡി എക്സ് 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അറ്റ് y is equal to y max, the deflection dy by dx is equal to 0 എന്ന് കിട്ടും. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ 3 ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ സെക്കൻഡ് ഇക്വേഷൻ ഇത് വരുന്നത് dy by dxൻ്റെ ഇക്വേഷനാണ്, സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ ആ ഒരു കണ്ടീഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സിന് വാല്യൂ കിട്ടും. ആ ഡിസ്റ്റൻസിലായിരിക്കും നമുക്ക് ഡിഫ്ലക്ഷൻ മാക്സിമം ആവുക. സോ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നമ്മളെ പുതിയ പേജിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് അടിക്കുന്നുണ്ട്. സോ ഇതാണ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? dy by dxന് 0 കൊടുക്കും. ദെൻ ഇത് 0 കൊടുക്കുമ്പോൾ നമുക്കൊരു എക്സിൻ്റെ വാല്യൂ കിട്ടും. 0 കൊടുക്കുമ്പം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സിന് വാല്യൂ കിട്ടും. ആ എക്സ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വൈൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ. സോ നമുക്ക് dy by dxന് 0 കൊടുത്തു കഴിയുമ്പോൾ ഇതെന്ത് വരും? 0 ഈസ് ഈക്വൽ ടു 30x² പ്ലസ് C1 നമുക്കറിയാം മൈനസ് 163.33 ആണ്, ഇൻറ്റു 30x² പ്ലസ് C1 അല്ലെങ്കിൽ മൈനസ് 163.33, ദെൻ മൈനസ് 24 ഇൻറ്റു x മൈനസ് 1 ഹോൾ സ്ക്വയർ. ദെൻ നമുക്കറിയാം സെക്ഷൻ സിൻ്റെയും ഡിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. സോ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഈ 2 സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിലായിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാവും. തൽക്കാലം
നമുക്ക് സെക്ഷൻ സിൻ്റെയും ഡിൻ്റെയും ഇടയിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഇതാണ് സിയും ഡിയും. സോ ഫസ്റ്റ് സി വരെയുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും, സിൻ്റെയും ഡിൻ്റെ ഇടയിലുള്ള സെക്കൻഡ് ടേം ഉണ്ടാവും. ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് സെക്കൻഡ് സെക്ഷൻ, ഇത് ഡി കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ. ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഒഴിവാക്കാം. അത് നെഗറ്റീവോ അല്ലെങ്കിൽ സീറോ ആയി പോകും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സിന് വാല്യൂ കിട്ടും. ഇത് നിങ്ങൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് വരും. ദെൻ എക്സ് സ്ക്വയർ ടേം ഒക്കെ ഒരുമിച്ച് എഴുതാം. ഒരു 24x സ്ക്വയറും മൈനസ് 24x സ്ക്വയറും ഒരു 30x സ്ക്വയറും ഉണ്ടാവും. സോ 6x സ്ക്വയർ എന്ന് വരും. അങ്ങനെ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, ഞാൻ ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. 6x സ്ക്വയർ പ്ലസ് 48x മൈനസ് 187.33 ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷൻ വരും. ഇതൊന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ആ ഇക്വേഷൻ വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് രണ്ട് വാല്യൂ കിട്ടും, ഒരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂയും കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൽ പോസിറ്റീവ് വാല്യൂ ആണ് ചൂസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് വാല്യൂ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. എക്സിന് നെഗറ്റീവ് വാല്യൂ മീൻസ് ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ എക്സ് എന്നുള്ളത് ഇതാണ് നമ്മളെ എക്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. സോ നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സിന് 2.87 എന്ന് കിട്ടും. ഈ എക്സിലായിരിക്കും, ഈ ഡിസ്റ്റൻസിലായിരിക്കും വൈ മാക്സിമം ആവുക. സോ നെക്സ്റ്റ് വൈ മാക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ വൈൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതാണ് നമ്മളെ വൈൻ്റെ എക്സ്പ്രഷൻ. ഇതിൽ എക്സിന് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 2.87 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ മാക്സ് കിട്ടും. സോ വൈ മാക്സ് എന്ത് ചെയ്യാം? ഇ ഐ ഇൻറ്റു വൈ മാക്സ് ഈസ് ഈക്വൽ ടു 10x³ മൈനസ് 163.33 എക്സ് മൈനസ് 8 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ്. ഇതിൽ എക്സിന് എന്ത് ചെയ്യാം? എല്ലാം എക്സിനും 2.87 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എക്സിനും 2.87 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനും 2.87 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ ഈ ഐൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ മാക്സിമം ഡിഫ്ലക്ഷൻ വിൽ ബി മൈനസ് 16.74 mm എന്ന് വരും. സോ ഇതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഇത് ആക്ട് ചെയ്യുന്നത്, സംഭവിക്കുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2.87 mm. സോ ഇങ്ങനെയാണ് ഇതുപോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്. മക്കോളേസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ UDL വരുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അതും കൂടി ചെയ്യുമ്പം നമുക്ക് ഈ മെത്തേഡ് തറവാകും. ഓക്കെ, താങ്ക് യു.